400-ലധികം സിനിമകൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇനി എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായ വേഷങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ചിട്ട് തന്നിലെ നടനെ തേച്ച് മിനുക്കി കൊണ്ട് നടക്കുന്ന ഒരു നടനാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക മലയാളത്തിന്റെ മാത്രം അഹങ്കാരമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഹങ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ല, മാറിയിട്ടുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പേരിന്റെ ടാഗ് ലൈൻ തന്നെ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ്. അതായത് ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര. ആ ഒരു പേരിന് അർത്ഥമാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ വിജയങ്ങൾ, അത്രയേറെ പ്രശംസകൾ, അത്രയേറെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു നടനായിട്ട് മെഗാസ്റ്റാർ മമ്മൂക്ക മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പരീക്ഷണ ചിത്രങ്ങൾക്ക് പോലും ഗംഭീര അഭിപ്രായവും അതുപോലെ തന്നെ സകല മേഖലയിലും പ്രശംസയും അതുപോലെ തന്നെ ചർച്ചയും ഒക്കെ ആയിത്തീരുകയാണ്. പോരാത്തിന് ബോക്സ് ഓഫീസിൽ മുന്നിൽ തന്നെയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ചിത്രങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ ചിത്രം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന സിനിമ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമ ഇന്ന് വരെ പരീക്ഷിക്കാത്ത, അതായത് നമ്മളിപ്പോ കളർഫുൾ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു ലോകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, അതും വലിയൊരു ക്യാൻവാസിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യണം. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണണം. അതീവ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് മമ്മൂട്ടി ഫാൻസുകാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇരു മമ്മൂക്കയുടെ വിജയ കുതിപ്പ് പല പ്രമുഖ നടന്മാരുടെ ആരാധകർക്കും വലിയ രീതിയിൽ ഒരു ഡിപ്രഷൻ ആയിട്ടുണ്ട്. കാരണം അവരുടെ നടന്മാരുടെ സിനിമകൾ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സിനിമകൾ പരാജയമാവുകയും മമ്മൂട്ടി നടന്റെ ചിത്രങ്ങൾ വലിയ വലിയ വിജയമാവുകയും പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സിനിമകൾക്ക്, അതായത് മമ്മൂക്കയുടെ കഴിഞ്ഞ സിനിമകൾക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് സിനിമ ഇറങ്ങിയ ആ ഒരു ദിവസം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുണ്ട്. അവരുടെ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊന്നും ഏറ്റിട്ടില്ലെങ്കിൽ കൂടി ഇപ്പൊ സിനിമ കാണുന്ന ആളുകൾ രണ്ട് വിഭാഗക്കാരാണ്. അതായത് ആദ്യത്തെ ഒരു വിഭാഗത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവര് സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും തിയേറ്ററിൽ പോയിട്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റുള്ള ഒരു വിഭാഗം പറയുന്നത് ഇത് ചെറിയൊരു വിഭാഗമല്ല, വലിയ വിഭാഗമാണ്. നമ്മൾ രണ്ട് സൈഡ് ആക്കി, പക്ഷെ ഈ ഒരു സൈഡ് വലിയ വിഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ അഭിപ്രായം കണ്ട് നല്ലതാണ് ആളുകൾ പറയുന്നെങ്കിൽ മാത്രം തിയേറ്ററിലേക്ക് പോയിട്ട് സിനിമ കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ബഹുഭൂരിപക്ഷവും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകളാണ് ഇന്ന് മലയാള സിനിമാ പ്രേമികൾ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ പറയുന്ന ആളുകൾക്ക് ഒരുപാട് കാഴ്ചക്കാരും ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഇതുപോലെ റിവ്യൂ കാത്തിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ആ റിവ്യൂ എത്തിക്കഴിഞ്ഞാൽ അവരത് വിശ്വസിച്ചു പോകും. കാരണം ഇതൊരു പരീക്ഷണ ചിത്രമാണ്, പരീക്ഷണ ചിത്രം ഏറ്റില്ല, മമ്മൂക്ക അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. പിന്നെ മമ്മൂക്കയുടെ മുൻകാല ചിത്രങ്ങളിലെ പരാജയപ്പെട്ട സിനിമകളിലെ പല പല കട്ട് പീസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് മമ്മൂക്ക വെറുപ്പിച്ചു, സിനിമ ഒട്ടും തന്നെ കണ്ടിരിക്കാൻ പറ്റില്ല, ഇന്റർവെല്ലിന് ആളുകൾ ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്ന കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഡീഗ്രേഡിങ് ഒരുപാട് നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് നമ്മുടെ ബ്രഹ്മയുഗം പറഞ്ഞ സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് റിവ്യൂ കണ്ടു പോകുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയുള്ള ഫേക്ക് റിവ്യൂസിലും അതുപോലെ തന്നെ ഡീഗ്രേഡിലും പെട്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. ഒരു സിനിമയുടെ ആദ്യ ഷോ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ആദ്യ ഷോ നടക്കുന്നത് 9:30-ന്. ആ ഒരു സിനിമ എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂർ ഇന്റർവ്യൂ അടക്കം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 9:30 10:30 11:30 12:30 ആ ആളുകൾ സിനിമ കണ്ടിട്ട് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഒരു റിവ്യൂ എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും 1 മണി 1:30 മണിയാവും. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് മുന്നേയുള്ള ഫേക്ക് റിവ്യൂസിലും മറ്റുള്ള കാര്യങ്ങളും ചെന്ന് പെടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുടെ റിവ്യൂ കാണാൻ പരമാവധി ശ്രമിക്കുക. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനത്തിലെടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റിവ്യൂ മാത്രം കാണാതെ ഒന്നിലധികം റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് മാത്രം നിങ്ങളൊരു കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഫേക്ക് റിവ്യൂസിൽ പോയി ചാടരുത്. കാരണം ഇതൊരു പരീക്ഷണ ചിത്രമാണ്. ഈ ഒരു സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിപ്പിക്കേണ്ട കടമ ഒരു പ്രേക്ഷകന്റെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല പരീക്ഷണ ചിത്രങ്ങൾ ഇനിയും മലയാളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് പറയുക. നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിങ് കാര്യങ്ങളും ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരു നടനെ മാത്രം കണക്കാക്കിയ ഒരു സിനിമയെ മൊത്തം നമ്മൾ വിലയിരുത്താനും ആ ഒരു സിനിമയെ മൊത്തം നമ്മൾ നശിപ്പിക്കാനും ശ്രമിക്കരുത്. നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് പറയാനുള്ള ചങ്കൂറ്റി നമ്മൾ എല്ലാവരും കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്ക്.